ഹലോ, അപ്പൊ ഇന്ന് കേരള നവോത്ഥാനം പഠിച്ചാലോ? അപ്പൊ ആദ്യം പറയാൻ പോകുന്നത് തൈക്കാടയ്യ ശൈവ പ്രകാശ സഭയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനം തയ്ക്കാൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഷൈ ആയിരിക്കുമല്ലോ, ആദ്യം തുടക്കത്തിൽ ഭയങ്കര ഷൈ ആയിരിക്കുമല്ലോ, ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതെന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ പിന്നീട് നമുക്കത് നല്ലപോലെ തയ്ച്ച് കിട്ടുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല പ്രകാശമായിരിക്കുമല്ലോ. അപ്പോൾ തൈക്കാടയ്യ ശൈവ പ്രകാശ സഭ. അപ്പൊ ഷൈ ആയിരിക്കും, പിന്നെ തയ്ച്ച് കിട്ടുമ്പോൾ നല്ല പ്രകാശമായിരിക്കും. അപ്പൊ ശൈവ പ്രകാശ സഭ. അപ്പൊ മനസ്സിലായോ? അടുത്തത് അയ്യ വൈകുണ്ഠസ്വാമിയാണ്. അയ്യ വൈകുണ്ഠസ്വാമി സമത്വ സമാജമാണ്. അപ്പൊ അയ്യ വൈകുണ്ഠസ്വാമി സമത്വ സമാജമാണ്. അപ്പൊ നമ്മൾ പറയത്തില്ല അയ്യേ എനിക്ക് ഇഷ്ടമല്ല, അപ്പൊ മത്തി മേടിക്കുന്നത് എനിക്ക് സമ്മതമല്ല എന്ന് പറയാം. അപ്പൊ മത്തി മേടിക്കുന്നത് എനിക്ക് സമ്മതമല്ല, സമത്വ സമ്മതമല്ല. അപ്പൊ നമ്മൾ മത്തി മേടിക്കുമ്പോൾ തന്നെ പറയും അയ്യേ എനിക്ക് വേണ്ട, വൈകുന്നേരം ഒന്നും എനിക്കിത് വേണ്ടെന്ന് പറയും. അപ്പൊ അയ്യ വൈകുണ്ഠസ്വാമി സമത്വ സമാജം. അടുത്തത് വാഗ്ഭടാനന്ദനാണ്. അത് തത്വപ്രകാശിക ആശ്രമവും അതേപോലെ ആത്മവിദ്യാസംഘവും തത്വപ്രകാശിക സംഘവുമാണ്. അപ്പൊ ഭടന്മാരെന്താണ്, അവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. അവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ഭടന്മാരാക്കത്തുള്ളൂ. അങ്ങനെ ഭടന്മാരാക്കി കഴിഞ്ഞാൽ അവരുടെ ജോലി എന്താണ്, തത്തയും ബ്രാഹ്മണിയൊക്കെ ഓടിച്ചു കളയലാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഭടന്മാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഭടന്മാർക്ക് നല്ല ആത്മവിശ്വാസം വേണം. അതാണ് ആത്മവിദ്യാസംഘം. പിന്നെ എന്നിട്ട് അവരുടെ ജോലി എന്താണ്, തത്തയും ബ്രാഹ്മണിയൊക്കെ ഓടിച്ചു വിടാന്നുള്ളത്. അപ്പൊ തത്വപ്രകാശിക സഭ. അപ്പൊ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് വിദ്യാപോഷിണി സഭ, അതുപോലെ മിശ്ര ഭോജനം, പിന്നെ ശ്രീനാരായണ സമാജമാണ്. അപ്പം എന്താ പറയുക, സഹോദരൻ അയ്യപ്പനെ നമ്മുടെ സഹോദരനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അതാണ് മിശ്ര ഭോജനം. എന്നിട്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് പോഷകാഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അതാണ് പോഷിണി സഭ. അതിനുശേഷം നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ പോയി സേവിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സഹോദരങ്ങൾ രണ്ടുപേരും കൂടെ ശ്രീനാരായണ ഗുരുവിനെ പോയി സേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മനസ്സിലായോ? അപ്പം നമ്മൾ സഹോദരൻ അയ്യപ്പനായതുകൊണ്ട് നമ്മുടെ സഹോദരനായിട്ടുള്ള അയ്യപ്പനെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ മിസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വരുമ്പോഴത്തേക്കും കുറച്ച് പോഷകാഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അതാണ് പോഷിണി സഭ. അതിനുശേഷം രണ്ടുപേർക്കും കൂടി ശ്രീനാരായണ ഗുരുവിന്റെ സമാജത്തിൽ പോയി അദ്ദേഹത്തെ സേവിക്കാന്ന് വിചാരിച്ചു. ഓക്കെ. അടുത്തത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ ആണ്. അപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ തിരിയാനും അറിയാനും ഒക്കെ ഭയങ്കര പാടല്ലേ, ഇങ്ങനെ യോഗയൊക്കെ ചെയ്യുമ്പോൾ തിരിയാനും അറിയാനും ഭയങ്കര പാടല്ലേ. അപ്പം വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അടുത്തത് ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ ട്രാവൻകൂർ ഈഴവ സംഘമാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെത് ട്രാവൻകൂർ ഈഴവ സംഘമാണ്. അപ്പൊ അതെങ്ങനെ ഓർക്കുന്നത്? അപ്പോൾ ഈ ട്രാവൻകൂറിലുള്ളത് തിരുവനന്തപുരത്തുള്ള ഈഴവർക്കൊക്കെ പാൽപ്പല്ലാണെന്ന് ആലോചിക്കുക. തിരുവനന്തപുരത്തുള്ള ഈഴവർക്കൊക്കെ പാൽപ്പല്ലാണ്. അപ്പൊ പാൽപ്പല്ല്. അപ്പൊ തിരുവനന്തപുരത്തുള്ള ഈഴവർക്കൊക്കെ പാൽപ്പല്ലാണ്. അപ്പോൾ ട്രാവൻകൂർ ഈഴവ സംഘം ഡോക്ടർ പൽപ്പു. അപ്പൊ മനസ്സിലായല്ലോ, മറന്നുപോയല്ലേ?